ആഗോള സമൂഹം ബദലെന്ത് കാണിക്കാനാ? പൊളിഞ്ഞ് പാളീസായ ഒരു സംഗമം, അത് അയ്യപ്പ സംഗമമാണോ? അത് കുറേ ഉദ്യോഗസ്ഥന്മാരുടെയും പാർട്ടിക്കാരുടെയും സംഗമമല്ലേ? പിണറായി സംഗമം, അയ്യപ്പ സംഗമം എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് യഥാർത്ഥ അയ്യപ്പ സംഗമം, ഇതാണ് ഭക്തസംഗമം. ഞാൻ ചോദിക്കട്ടെ, അവിടെ സംസാരിച്ചത് എന്താ? അവിടെ പറയേണ്ടത് എന്തായിരുന്നു? ഇവിടെ പറഞ്ഞ സമുദായ സംഘടനകളായ NSS, NSNDP ആവശ്യപ്പെട്ടത് എന്താണ്? ഭക്തർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണമെന്ന്. അത് അവിടെ വെച്ച് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹം അവർക്ക് വാക്കുകൊടുത്തത്. അല്ല, എന്തുകൊണ്ടാണ് നിന്ന് അവിടെ വെച്ച് പ്രഖ്യാപിക്കുമെന്ന് വാക്കുകൊടുത്തുകൊണ്ടാണ് അവർ പോയത്? എന്നിട്ട് പ്രഖ്യാപിച്ചോ? കേസുകൾ പിൻവലിക്കാമെന്ന് പ്രഖ്യാപിച്ചോ? ഇവിടെ കൊടുത്ത് അഫിഡവിറ്റ് തിരുത്താമെന്ന് പ്രഖ്യാപിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് തട്ടിപ്പായിരുന്നു. അവിടെ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് പറ്റിച്ചതാണ്. അവിടെ ചെയ്തെന്താണ്? അവിടെ കുറേ ഉദ്യോഗസ്ഥന്മാരെ, എല്ലാ ദേവസ്വം ബോർഡിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുക, ബാക്കിയുള്ള പാർട്ടിക്കാരെ വിളിച്ചു വരുത്തുക. അതാണോ ഭക്തസംഗമം? ഏതാ ഭക്തൻ അവിടെ ഉണ്ടായിരുന്നത്? അവിടെ ഏത് ഭക്തനുണ്ടായിരുന്നു അവിടെ? ഞാൻ ചോദിക്കട്ടെ, അവരെന്താണ് സമ്മേളനം വിളിച്ചത്? ഇവിടെ ഭയങ്കര ശബരിമലയുടെ വികസനത്തിന് വേണ്ടി പണം മുടക്കുന്ന ഒരാളെങ്കിലും ഉണ്ടോ? 10 പൈസ ചിലവാക്കുന്ന ഒരുത്തിന് അവിടെ ഉണ്ടായിരുന്നോ? പിന്നെന്ത് വികസനമോ? വെറുതെ പ്രഹസനമല്ലേ കാണിച്ചത്? പിണറായി വിജയന്റെ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും എങ്ങനെയെങ്കിലും ഹിന്ദുക്കളെ ചാക്കിലാക്കാൻ വേണ്ടി കാണിച്ച പ്രഹസനം മാത്രമായിരുന്നു ഈ പമ്പയിൽ നടന്ന സംഘം. ഞാൻ ചോദിക്കട്ടെ, ഒരു ശബരിമലയെ പോലെയുള്ള ഒരു ക്ഷേത്രം ഉള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരിക്കുന്ന ആളാരാണ്? ഭക്തനായിരിക്കണം, ഒരു ഭക്തനായിരിക്കണം. എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശരണം വിളിച്ചത്? ഇൻകുലാബ് വിളിക്കുന്ന പോലെയാണോ ശരണം വിളിക്കേണ്ടത്? അങ്ങനെയാണോ സ്വാമിയെ ശരണം വിളിക്കേണ്ടത്? അങ്ങനെ ഒരാൾ പ്രസിഡന്റായിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിൽ സ്വർണ്ണമല്ല വിഗ്രഹം തന്നെ അടിച്ചുകൊണ്ട് പോയാലും അത്ഭുതപ്പെടാനില്ല.